ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ SFI നേതാക്കൾ മർദ്ദിച്ച സംഭവം, പൊടുപ്പും തൊങ്ങലും വെച്ച് ആ സംഭവം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി വീണ്ടും തുറന്നുവന്നു. ഇടിമുറിക്കകത്തിട്ടാണ് ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ഭിന്നശേഷിക്കാരൻ്റെ കാൽ ചവിട്ടി ഞെരിച്ചുവെന്നും ഒക്കെയാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്ത. ചാനലുകളും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റേറ്റിംഗ് കൂട്ടുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ഒരുപാട് ചരിത്രമുള്ള കോളേജാണ്. ONV സാർ അടക്കമുള്ളവർ, വിഷ്ണുനാരായണ നമ്പൂതിരി സാർ അടക്കമുള്ളവർ, ഹൃദയകുമാരി ടീച്ചർ അടക്കമുള്ളവർ ഒക്കെ അധ്യാപകരായിരുന്ന കോളേജ്. മാത്രമല്ല എക്കാലവും ചെങ്കോട്ടയായിരുന്ന കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI വിദ്യാർത്ഥികൾ നടത്തിയ സമരങ്ങളൊക്കെ ചരിത്രമാണ്. വിളനിലം സമരം, മുമ്പ് നടന്ന വിളനിലം സമരം, അതൊരു വലിയൊരു ചരിത്ര പ്രാധാന്യമേറിയ സമരമായിരുന്നു. അങ്ങനെ സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു കാലത്തെ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. പല വിധത്തിൽ അവർ സജീവമായി നിൽക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറിയുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് ഭാരവാഹികൾ, SFIക്കാരായ യൂണിറ്റ് ഭാരവാഹികൾ മറ്റു കുട്ടികളെ, അവർ പറയുന്നത് കേൾക്കാത്ത കുട്ടികളെ മൃഗീയമായി മർദ്ദിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും മറച്ചു വെക്കുന്ന ഒരു കോളേജുണ്ട്, MG കോളേജ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചത് MG കോളേജിലാണ്. അവിടെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയേ ഉള്ളൂ, ABVP. അവിടെ ഒരു SFIക്കാരൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവനെ നേരെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിനെക്കാളും ഭീകരമായ ഇടിമുറിയിലേക്കാണ്. ക്രൂരമായി മർദ്ദിച്ച് അവനെ രാഖി കെട്ടിക്കും, ABVPക്കാരനാക്കും. അങ്ങനെ ABVPക്കാരൻ്റെ അടിമയായി അവൻ മാറും. ഇത് കാലാകാലങ്ങളായി, ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ അനുഭവിച്ച സംഭവമാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് എനിക്ക് നേരെ അങ്ങനെയൊന്നും വന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം SFI മനോഭാവമുള്ള, അല്ലെങ്കിൽ SFIയോട് ആഭിമുഖ്യമുള്ള ഒരാളാണെന്നറിയാം. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥികളെ അവർ തൊടാറില്ല. ബാക്കിയുള്ളവരെ എല്ലാം വളരെ ക്രൂരമായി മർദ്ദിക്കുന്നൊരവസ്ഥ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. ഒരച്ഛനും മകനും അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ABVP ഗുണ്ടകളെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന കോളേജ് ഓഫീസിൻ്റെ പരിസരത്തിരിക്കുന്നു. ഈ പയ്യൻ്റെ പേര് നിർഭാഗ്യവശാൽ ലെനിൻ എന്നായിപ്പോയി. ആ കൊച്ചിൻ്റെ പേര് ലെനിൻ എന്നായിപ്പോയി. അവൻ ഫസ്റ്റ് ഇയർ ബിരുദത്തിന്, 1ാം വർഷ ബിരുദത്തിന് അഡ്മിഷൻ എടുക്കാൻ വന്നതാണ്. അവനെ പിന്നീട് അവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല. അതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കാറുമില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത, MG കോളേജിലെ പ്രത്യേകത. യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വാർത്തകളായി വരുന്നുണ്ട്. പക്ഷേ MG കോളേജിനെ പറ്റിയുള്ള വാർത്തകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. MG കോളേജിലെ ABVP ഗുണ്ടായുസത്തിനെതിരെ പ്രതികരിച്ച ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഡോക്ടർ സുധീർ കിടങ്ങൂർ. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്കെല്ലാം അറിയാം. വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ താമസിക്കേണ്ടി വന്ന അവസ്ഥ സാറിന് അനുഭവിക്കേണ്ടി വന്നു. ABVP ഗുണ്ടകൾ സാറിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിക്കുന്നത് വാർത്തയാകുന്നു, MG കോളേജിൽ ABVP ഗുണ്ടകൾ നടത്തുന്നത് വാർത്തയാകാതെ മാറും. അതൊരു സത്യമാണ്. MG കോളേജിൽ ABVPക്ക് പകരം KSU എന്തുകൊണ്ടൊരു പ്രസ്ഥാനം തുടങ്ങിയില്ല? KSന് എന്തുകൊണ്ട് അവിടെ ഒരു യൂണിറ്റ് തുടങ്ങാൻ സാധിക്കുന്നില്ല? SFIയുടെ കാര്യം പോട്ടെ, വിവരം അറിയും. പച്ച ഭാഷയിൽ പറഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ABVPയാണ് ആദ്യമായി ഈ കോളേജുകളിൽ സ്വന്തമായൊരു ശിക്ഷണ വിധികൾ ആരംഭിച്ചത്. MG കോളേജിൽ SFIയെ തുരത്തി, ആക്രമണത്തിലൂടെ SFIയെ തുരത്തി ABVP അധികാരം നേടി.
ആ എ ബി വി പിക്കാർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അറിയാതെ പോകും. ധനുവച്ചേരം കോളേജിലെ ഒരു അവസ്ഥ നോക്കുക. അവിടെ എ ബി വി പി മാത്രമാണ് പിടിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു കോളേജിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറു കോളേജിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, എ ബി വി പി ഭരിക്കുന്ന കോളേജുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതുകൂടി വാർത്തയാണ്. പക്ഷെ അത് വാർത്തയാകാറില്ല. അത് നമ്മുടെ എന്താ പറയുക, മാധ്യമങ്ങളുടെ രീതിയാണ്. മാധ്യമങ്ങൾ എപ്പോഴും എസ് എഫ് ഐക്കെതിരെ വാർത്ത അടിച്ചാൽ 10 പേർ വായിക്കും. എ ബി വി പിക്കെതിരെ വാർത്ത അടിച്ചാൽ ആരും വായിക്കില്ല. അതുകൊണ്ട് ഇടിമുറിയെക്കുറിച്ചും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തുന്ന ആക്രമണങ്ങളെ പെരുപ്പിച്ചും ഒക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരും. കെ എസ് യു യൂണിവേഴ്സിറ്റി കോളേജിൽ പിടിമുറുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. എസ് എഫ് ഐ അടിച്ചൊതുക്കിയത് കൊണ്ടല്ല. അടിയന്തരാവസ്ഥ കാലം വരെ കെ എസ് യു യൂണിവേഴ്സിറ്റി കോളേജിൽ വലിയൊരു ശക്തിയായിരുന്നു. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം എസ് എഫ് ഐ ഒരു വലിയ ശക്തിയായി മാറുന്നതായാണ് കണ്ടത്. അത് അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് ഐക്കാർ നേരിട്ട മർദ്ദനങ്ങളുടെ തിരിച്ചടിയാണ്. എം ജി കോളേജിൽ എ ബി വി പി നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരുപാട് കഥകൾ, ഒരുപാട് നേർസാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അതൊന്നും വാർത്തയാകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ ആരെങ്കിലും മുള്ളിയാലും, ആരെങ്കിലും ചൊറിഞ്ഞാലും, ആരെങ്കിലും മാന്തിയാലും ഒക്കെ വലിയ വാർത്തയാകും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മലയാള മനോരമ പത്രമാണ്. അതിലൊരു ഹാഫ് പേജ് കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ ഗുണ്ടായിസത്തെ പറ്റിയുള്ള വാർത്തകളാണ്. സംഭവിക്കുന്നത് തെറ്റാണ്. ഏത് പ്രസ്ഥാനമായാലും ഒരു ഭിന്നശേഷിക്കാരനെ ആക്രമിക്കുന്നത് തെറ്റാണ്. പക്ഷേ മറുഭാഗം എന്തുകൊണ്ട് വാർത്തയാകുന്നില്ല? എ ബി വി പി ഭരിക്കുന്ന എം ജി കോളേജിലെയും ധനുവച്ചപുരം കോളേജിലെയും പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല? അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മാധ്യമങ്ങൾക്ക് എസ് എഫ് ഐയെ ബലിയാടാക്കാൻ താല്പര്യമാണ്. എം ജി കോളേജിൽ സംഭവിക്കുന്ന ക്രൂരതകൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിവാദമായി മാറും. എനിക്കിപ്പോഴും ഒരു ഓർമ്മയുണ്ട്. ഞാൻ ബി എഡിന് പഠിക്കുമ്പോൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബി എഡിന് പഠിക്കുമ്പോൾ എം ജി കോളേജിൽ അന്ന് എസ് എഫ് ഐ ഒരു യൂണിറ്റ് തുടങ്ങി. ദീപ എന്ന കുട്ടിയായിരുന്നു ആ യൂണിറ്റ് സെക്രട്ടറി. ആ കുട്ടിയെ സെക്രട്ടറിയുടെ നടക്കൽ വെച്ച് ആ കുട്ടിയുടെ ചുരിദാറൊക്കെ വലിച്ചു കീറി ആ കുട്ടിയെ ക്രൂരമായ രീതിയിൽ അധിക്ഷേപിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് എ ബി വി പിക്ക്. എ ബി വി പി എവിടെ കയറിയാലും അവർ ആദ്യം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എസ് എഫ് ഐ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അവരുടെ പ്രധാന ശത്രുവാണ്. മാത്രമല്ല, ഈ വാർത്ത എഴുതുന്നവർ എ ബി വി പിക്ക് എതിരായൊരു വാർത്ത എഴുതാറുമില്ല. കാരണം അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല എന്നത് ഒരു സത്യമാണ്. എന്തായാലും ഈ യൂണിവേഴ്സിറ്റി കോളേജിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. അപ്പുറത്ത് എം ജി കോളേജിലും ധനുവച്ചപുരം കോളേജിലും നടക്കുന്നത് നിങ്ങളൊന്ന് കാണണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം. എൻ്റെ പ്രേക്ഷകർക്ക് അന്വേഷിക്കാം. പല സ്ഥലങ്ങളിലുള്ള പ്രേക്ഷകരാണല്ലോ എനിക്കുള്ളത്. അതൊന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ സ്റ്റോറിക്കൊപ്പം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്ലിയർ പിക്ചർ തരാം. വെറുതെ ഒരു ഭാഗത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാംസമുള്ളിടത്തെ കത്തി താഴ്ത്താൻ പറ്റൂ എന്ന ഒരു ആപ്തവാക്യമുണ്ട്. അതാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്.